ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എണീറ്റ് വരവ്. അങ്ങനെ ബാജിക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാൻ പോവാണ്. ഇന്നത്തെ ബാജിക്കറി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുത്തു, ഉപ്പും മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് അത് പച്ചമുളക് കഴിഞ്ഞു പോയിരുന്നു കേട്ടോ, അത് മറന്നുപോയി. അപ്പോഴാണ് തോന്നിയത് കുറച്ച് കുരുമുളക് പൊടി അടിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ വറവിട്ടെടുക്കാം. പക്ഷേ ഞാൻ ബാജിക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കലില്ല. സ്റ്റൂ ആണല്ലോ നമ്മളിങ്ങനെ ചെയ്യൽ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഇടയിൽ പറയാതെ കഴിയുമല്ലോ, ഇന്നുണ്ടാക്കിയ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാൻ തിളച്ച വെള്ളം മുക്കി വെച്ചപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാറിപ്പോയി. പക്ഷെ ആ വെള്ളത്തിൽ നേരിയ ചൂടുവെള്ളത്തിൽ ചപ്പാത്തി കുഴച്ചെടുത്തപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല തിളച്ച വെള്ളം വേണ്ട, കാരണം നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് കിട്ടിയത്. അപ്പോൾ അത് പരത്തി ചപ്പാത്തി ആക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തിയും ഇന്നത്തെ കറിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ മൊത്തത്തിൽ നല്ല അടിപൊളി കളറായി കേട്ടോ. അങ്ങനെ തന്നെ പറയാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കേശുട്ടൻ എണീറ്റ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലും അതിൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാലേ സമാധാനമാവുള്ളൂ. പിന്നെ കോഴീനെ തുറന്നിട്ടിട്ട് അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കേശുട്ടൻ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ബാജിക്കറി നിങ്ങളെങ്ങനെയാണ് ബാജിക്കറി ഉണ്ടാക്കൽ, സ്റ്റൂ പോലെ എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. ഓക്കേ.